സോ ബിഗ് ബോസ് മലയാളം സീസൺ 6-ൽ മികച്ചൊരു കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ സാധിക്കുന്ന സിജോയും സീസൺ 6-നോട് വിട പറയുമെന്ന സ്റ്റേജിലാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നിലവിൽ സിജോയെയും ഹോസ്പിറ്റലിലേക്ക് സർജറിക്കായി മാറ്റിയിരിക്കുകയാണ്. ബിഗ് ബോസ് പറയുന്നത് സിജോയോട് തിരികെ എത്തിക്കാൻ തന്നെയാണ് അവരും ശ്രമിക്കുന്നത് എന്ന്. എന്നാൽ നമ്മൾ പ്രേക്ഷകർക്കറിയാം അതൊക്കെ ബിഗ് ബോസിന്റെ സാധാരണ ആശ്വാസ വാക്കുകൾ മാത്രമാണെന്ന്. അതുപോലെ തന്നെ താടിക്ക് പരിക്കേറ്റ് സർജറി എന്ന് പറയുമ്പോൾ അത്ര പെട്ടെന്നൊന്നും തിരികെ എത്താനും സാധിക്കില്ല. താടിക്ക് ഒരു സർജറി കഴിഞ്ഞ് മിനിമം ഒരാഴ്ചയെങ്കിലും എടുക്കും സിജോയ്ക്ക് ഒരു റിക്കവറി സ്റ്റേജിലേക്ക് എത്താൻ. എന്നാൽ പോലും ബിഗ് ബോസ് പോലെ ഒരു ഷോയിൽ അത്യാവശ്യം നല്ല രീതിയിൽ സംസാരിക്കുകയും ഫിസിക്കൽ ടാസ്കുകളിൽ പങ്കെടുക്കുകയും വേണം. ഒരു സർജറി കഴിഞ്ഞ ഉടനെ സിജോയ്ക്ക് ഇതിന് സാധിക്കുമോ എന്നത് അവിടെ നിൽക്കട്ടെ. ബിഗ് ബോസിന്റെ സൈഡിൽ നിന്നും അങ്ങനെ ഒരു കണ്ടസ്റ്റന്റിനെ ഹൗസിനുള്ളിലേക്ക് കയറ്റിവിടാൻ താല്പര്യപ്പെടുമോ എന്നത് സംശയമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനവും സിജോയ്ക്ക് ബിഗ് ബോസ് സീസൺ 6 നഷ്ടമാകാനാണ് ചാൻസ്. ഇനി തീർത്തും ഗുരുതരമല്ലാത്ത പരിക്കും സർജറിയുമാണ് നടന്നിരിക്കുന്നത് എങ്കിൽ തീർച്ചയായും സിജോയ്ക്ക് തിരികെ എത്താൻ സാധിക്കും. നിലവിൽ ബിഗ് ബോസിന്റെ നിയമപ്രകാരം 2 ദിവസത്തിന് മുകളിൽ ഒരു കണ്ടസ്റ്റന്റിന് മാറി നിൽക്കേണ്ടി വന്നാൽ ആ കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസ് പിൻവലിക്കും. എന്നാൽ സിജോയുടെ കേസിൽ മറ്റൊരു കണ്ടസ്റ്റന്റിന്റെ ആക്രമണത്തിൽ പറ്റിയ ഇഞ്ചുറി ആയതുകൊണ്ട് ചെറിയ കൺസിഡറേഷൻ കിട്ടിയെന്ന് വരാം. അതിനുള്ളിൽ സിജോ റിക്കവർ ആയാൽ മതിയാകും. അതുവരെയും ബിഗ് ബോസ് ടീം സിജോയ്ക്കൊപ്പം ഉണ്ടാകും. അതുപോലെ മറ്റുള്ളവരുമായി ഒരു രീതിയിലും ബിഗ് ബോസ് ഹൗസിനുള്ളിലെയോ പുറത്തെയോ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധിക്കില്ല എന്ന പ്രോട്ടോകോൾ പാലിക്കുകയും വേണം. ഇതുപോലെയുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തു തന്നെയാണ് സിജോയെ സർജറിക്ക് വിട്ടിരിക്കുന്നതും. സോ ആഫ്റ്റർ സർജറി ഗുരുതരമായ പ്രശ്നങ്ങളൊന്നുമില്ല, ഒരു ഹോം റെസ്റ്റിന്റെ ആവശ്യമില്ല എങ്കിൽ സിജോ സീസൺ 6-ലേക്ക് മടങ്ങി എത്തുക തന്നെ ചെയ്യും. അതല്ല ഒരു പീരീഡ് ഓഫ് ടൈം സിജോയ്ക്ക് റിക്കവർ ആകാൻ ഡോക്ടർ നിർദ്ദേശിച്ചു കഴിഞ്ഞാൽ പിന്നെ നോ ഹോപ്പ് എന്ന് തന്നെ പറയാം. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.